ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ 4ാമത്തെ പാഠം ഭാഗക്കണക്കുകളാണ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു വട്ടത്തെ 4 സമഭാഗമാക്കിയത് ഒരെണ്ണം ചേർത്ത് വെച്ചാൽ 2 ചേർത്ത് വെച്ചാൽ വട്ടമായി. ഇപ്പം നമ്മൾ ഒരു വട്ടം എന്ന് പറയുന്നത് ഇതാണ്, ഒരു വൃത്തം. അതിനെ നമ്മൾ 4 സമഭാഗമാക്കി അതിൽ 2 നമ്മൾ ചേർത്ത് വെച്ചാൽ, അതായത് 2 ചേർത്ത് വെച്ചാൽ ഒരു ഭാഗം ഇങ്ങനെ, ഒരു ഭാഗം ഇങ്ങനെ. ഇത് 2 നമ്മൾ ചേർത്ത് വെച്ചാൽ എന്തായി? ഒരു അരഭാഗമായി. അതായത് 2 കാൽഭാഗം ചേർന്നാൽ ഒരു അരവട്ടമായി അല്ലേ? അപ്പോൾ കാല് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വട്ടത്തിനെ നമ്മൾ 4ആയി ഭാഗിച്ചു. ഇതിൽ എത്ര ഭാഗങ്ങളുണ്ട്? 4 ഭാഗങ്ങളുണ്ട്. അതിൽ ഒരു ഭാഗം എന്ന് പറയുന്നത് 4ൽ 1. അപ്പോൾ 1/4. ഇതിനെ നമ്മൾ എന്താ പറയുക? കാൽ ഭാഗം എന്നാണ് പറയുക. ഇനി ഇതോ? ഇത് 4ൽ 1, ഇതും 4ൽ 1, ഇതും 4ൽ 1, ഇതും 4ൽ 1. ഇങ്ങനെ 2 4ൽ 1 ചേർന്നാൽ എത്രയായി? അരഭാഗമായി. അതാണ് നമ്മളിവിടെ കണ്ടത് അല്ലേ? അപ്പോൾ 1/4 കൂട്ടണം. 1/4 എത്രയാണ്? 1/2. ഇനി നോക്കൂ, ഒരു വട്ടം വരച്ചിട്ടുണ്ട്. ഇവിടെ 6 സമഭാഗങ്ങളാക്കിയിട്ടുണ്ട്. വട്ടത്തെ 6 സമഭാഗങ്ങളാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗത്തിന് നിറന്നെടുത്താൽ നമ്മുടെ ആ ഭാഗം എങ്ങനെ നമ്മൾ എഴുതും? ഇപ്പോൾ നമുക്ക് എത്ര ഭാഗങ്ങളുണ്ട്? 1 2 3 4 5 6. അപ്പോൾ 6 ഭാഗങ്ങളാണുള്ളത്. നിറം കൊടുത്ത ഭാഗത്തിൻ്റെ ഭാഗം എത്രയാണ്? ഭിന്നസംഖ്യ എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? 6ൽ ഒരു ഭാഗമല്ലേ ഉള്ളൂ നിറം കൊടുത്തത്. അപ്പോൾ നമുക്ക് 6ൽ 1 എന്ന് എഴുതാം. ഓക്കെ, 6ൽ 1. ഇതെത്രയാണ്? 6ൽ 1. ഓക്കെ, ഇനി 2 ഭാഗത്തിന് നിറം കൊടുത്തു എന്ന് കരുതുക. അപ്പോൾ നമ്മുടെ ആകെ ഭാഗം എത്രയാണ്? 1 2 3 4 5 6. ഇതിൽ നിറം കൊടുത്തത് എത്രയാണ്? 2 ഭാഗത്തിനാണ് നിറം കൊടുത്തത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 6ൽ 2 എന്ന് എഴുതാം. ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം. ഇനി ഇവിടെ നോക്കൂ, ഇപ്പോൾ വട്ടത്തിൻ്റെ 6ൽ 2 ഭാഗത്തിന് നിറമായി അല്ലേ? ഇപ്പം നമ്മൾ 6ൽ 2 ഭാഗത്തിനാണ് നമ്മൾ നിറം കൊടുത്തത്. 6ൽ 2 ഭാഗത്തിന്. 6ൽ 2 ഭാഗം എന്നത് 3ൽ 1 ഭാഗത്തിൻ്റെ വേറൊരു രൂപമല്ലേ? ഇവിടെ നോക്കൂ, ഇത് നോക്കൂ, ഇങ്ങനെ നോക്കുമ്പോൾ 3ൽ 1 ഭാഗത്തിന് സമമാണ്. അതായത് നമ്മൾ 6ൽ 2 നമ്മൾ ചെറുതാക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? 1/3 എന്ന് കിട്ടും. അതായത് 2ൽ 6ലും പൊതുവായിട്ട് പോകുന്ന എന്താണ്? 2 പോകും. 2 കൊണ്ട് ഹരിച്ച 1, 6നെ 2 കൊണ്ട് ഹരിച്ച 1/3. അപ്പോൾ നമുക്ക് 6ൽ 2 നമുക്ക് എന്തുമായിട്ട് എഴുതാം? 3ൽ 1 എന്നും നമുക്ക് എഴുതാം. ഇനി ഇക്കാര്യവും ഒരു തുകയായി എഴുതാം. എങ്ങനെ? 6ൽ 1 കൂട്ടണം. 6ൽ 1 കൂട്ടണം എത്രയാണ്? 6ൽ 2. 6ൽ 2 നമുക്ക് ചെറുതാക്കി എഴുതിയാൽ 3ൽ 1ആയി. ഇനി വട്ടത്തെ 8 സമഭാഗമാക്കിയാൽ 2 ചേർത്ത് വെച്ചാൽ എത്ര ഭാഗമാണെന്ന് മനക്കണക്കായി പറയാമോ? ഇങ്ങനെ നമുക്ക് പറയാമല്ലോ. 8 സമഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ താഴെ 8 എഴുതുക അല്ലേ? അതിൽ 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 8ൽ 2. 8ൽ 2. 8 സമഭാഗങ്ങളിൽ 2 എടുത്തപ്പോൾ 8ൽ 2 മാത്രവുമല്ല, അതിനെ നമുക്ക് ചെറുതാക്കിയിട്ട് എന്ത് എഴുതാം? 4ൽ 1 എന്നും എഴുതാം അല്ലേ? 4ൽ 1 എന്നും എഴുതാം. ഓക്കെ, 8ൽ 2ൻ്റെ ചെറുതായ രൂപം എന്താണ്? 4ൽ 1. അതെങ്ങനെ കിട്ടി? 2ലും 8ലും പൊതുവായിട്ട് പോകുന്ന എന്താണ്? 2ലും 8ലും പൊതുവായിട്ട് പോകുന്നത് 2ആണ്. 2നെ 2 കൊണ്ട് ഹരിച്ചപ്പോൾ 1 കിട്ടി. 8നെ 2 കൊണ്ട് ഹരിച്ചപ്പോൾ 4 കിട്ടി. അപ്പം നമുക്ക് 8ൽ 2 നമുക്ക് എന്തുമായിട്ട് എഴുതാം? 4ൽ 1 എന്നിങ്ങനെ എഴുതാം. ഓക്കെ, ഇനി ചിത്രം വരച്ച് നിറം കൊടുത്തും ഇത് കാണാം. ഇവിടെ നോക്കൂ, ഇതെത്രയാണ്? ഇത് നമ്മൾ എങ്ങനെ എഴുതും? ഇവിടെ എത്ര ഭാഗമുണ്ട്? 1 2 3 4 5 6 7 8. ഇത് 8 ആണ്. ഇതിൽ നിറം കൊടുത്ത ഭാഗങ്ങൾ എത്രയാണ്? നിറം കൊടുത്ത ഭാഗങ്ങൾ 2 ആണ്. അപ്പം നമ്മൾ 8ൽ 2 എന്ന് നമ്മൾ എഴുതി. ഇനി ഇവിടെ നോക്കൂ, 1 2 3 4. ഇതിവിടെ 4ൽ 1. അപ്പോൾ 8ൽ 2ഉം 4ൽ 1ഉം എന്താണ്? സമമാണല്ലേ? ഓക്കെ,
8 ഇനി ഇത് രണ്ടും ചേർത്ത് വെച്ചാൽ എത്രയാകും എന്നാണ് അടുത്ത ചോദ്യം. അതായത് 1/8 ഒരു ഭാഗവും 8 3 ഭാഗവും ചേർത്ത് വെച്ചാൽ എത്ര ഭാഗമാകും? അപ്പോൾ നമുക്ക് നോക്കിയാലോ. 1/8 കൂട്ടണം 3/8. അപ്പോൾ 1ഉം 3ഉം കൂട്ടിയാൽ എത്രയാണ്? 4. 4/8. 4/8നെ നമ്മൾ ചെറുതാക്കി എഴുതിയാൽ എത്രയാണ്? 1/4. ഓക്കെ. ഇനി നമുക്ക് അടുത്തത് വായിച്ചു നോക്കാം. നീളമുള്ള ഒരു നാടെടുത്ത് അതിൽ 9 ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക. ഓക്കെ. ഒരു നീളമുള്ള നാടെടുത്ത് അതിൽ 2 ഭാഗങ്ങൾക്ക് നിറം കൊടുക്കാൻ പറഞ്ഞു. ഇനി 4 ഭാഗങ്ങൾ കൂടി നിറം കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ 6 എണ്ണത്തിന് നിറം കൊടുത്തു അല്ലേ? മറ്റൊരു രീതി പറഞ്ഞാൽ ആദ്യം നിറം കൊടുത്തത് എത്രയാണ്? ആദ്യം നിറം കൊടുത്തത് 9ൽ 2 ഭാഗത്തിനാണ്. പിന്നെ നിറം കൊടുത്തത് 9ൽ 6 ഭാഗത്തിനാണ് അല്ലേ? 9 ആകെ ഉള്ളത്. അതിൽ 6 ഭാഗത്തിനാണ് നിറം കൊടുത്തത്. ഓക്കെ. ഇനി അടുത്ത ചോദ്യം. ആദ്യം നിറം കൊടുത്തത് നാടയുടെ 9 2 ഭാഗവും രണ്ടാമത് നിറം കൊടുത്തത് നാടയുടെ 9 4 ഭാഗവും ആകെ നിറം കൊടുത്തത് 9ൽ 6 ഭാഗം. അതെങ്ങനെ എഴുതാം? 2/9 കൂട്ടണം 4/9. അപ്പം നമ്മൾ കൂട്ടിയപ്പോൾ 2 കൂട്ടണം 4 6 6/9. ഓക്കെ. സിമ്പിളാണ്. ഇനി നമുക്ക് ഈ 6/9നെ നമുക്കൊന്ന് ലഘുരൂപത്തിൽ എഴുതി നോക്കാം. 6/9നെ നമുക്ക് ലഘുരൂപത്തിൽ എങ്ങനെ എഴുതാം? ഇതിൽ എന്താണ്? ഇതിൽ പൊതുവായിട്ടുള്ളത് എത്രയാണ്? പൊതുവായിട്ടുള്ളത് 3 ആണല്ലേ? 3 പൊതുവായിട്ടുള്ളത്. അപ്പം 3 എത്ര പ്രാവശ്യം? 3നെ എത്ര പ്രാവശ്യം എത്തത് കൊണ്ട് ഗുണിച്ചാലാണ് 6 കിട്ടുക? 2 കൊണ്ട് ഗുണിച്ചാലാണ് 6 കിട്ടുക. 3നെ 3 കൊണ്ട് ഗുണിച്ചാലാണ് 9 കിട്ടുക. പിന്നെ നമുക്ക് എത്ര? 2/3 എന്ന് ലഘുവായിട്ട് എഴുതാം. 2/3 എന്ന് ലഘുവായിട്ട് എഴുതാം. ഓക്കെ. ഇനി അടുത്ത ചിത്രം നോക്കൂ. ചുവന്ന നിറം കൊടുത്തത് ചിത്രത്തിൻ്റെ എത്ര ഭാഗമാണ്? അപ്പോൾ നമ്മൾ ആദ്യം എത്ര എണ്ണം എണ്ണണം അല്ലേ? 1 2 3 4 5 6 7 8 8 ഭാഗങ്ങളാണുള്ളത്. അതിൽ ചുവന്ന നിറം കൊടുത്തത് ഒരു ഭാഗത്തിനാണ്. അപ്പോൾ നമുക്ക് 8ൽ 1 എന്ന് പറയാം. ഇനി പച്ച നിറം കൊടുത്തതോ? 8ൽ എത്രയാണ്? 1 2 3 4 5 2 5. അപ്പോൾ 8ൽ 5 ഭാഗത്തിനാണ് പച്ച നിറം കൊടുത്തിരിക്കുന്നത് അല്ലേ? ഇതിൽ നിന്ന് കിട്ടുന്ന ഭിന്നസംഖ്യയുടെ തുക എന്താണ്? എന്താണ് ഭിന്നസംഖ്യയുടെ തുക? വളരെ എളുപ്പമാണ്. 1/8 കൂട്ടണം 5/8. 1ഉം 5ഉം കൂട്ടിയ എത്രയാണ്? 6/8 അല്ലേ? 6/8. ഈ 6/8നെ നമ്മൾ എന്ത് ചെയ്യണം ഇനി? 6/8നെ ലഘുവാക്കണം. അപ്പോൾ ഇതിൽ രണ്ടിലും പൊതുവായിട്ട് പോകുന്ന ഏതാണ്? പൊതുവായിട്ട് പോകുന്ന 2ആണ്. 2നെ എന്തുകൊണ്ട് ഗുണിച്ചാലാണ് 6 കിട്ടുക? 3 കൊണ്ട് ഗുണിച്ചാൽ. 2നെ എന്തുകൊണ്ട് ഗുണിച്ചാലാണ് 8 കിട്ടുക? 4 കൊണ്ട് ഗുണിച്ചാലാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 3/4. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇതുപോലെ ചുവടെയുള്ള ഓരോ ചിത്രത്തിനും വ്യത്യസ്ത നിറം കൊടുത്ത ഭാഗങ്ങളും ആകെ നിറം കൊടുത്ത ഭാഗങ്ങളും ഭിന്നസംഖ്യകളായി എഴുതുക. ഓരോ ചിത്രത്തിൽ നിന്ന് കിട്ടുന്ന തുക, ഭിന്നസംഖ്യയുടെ തുക ലഘുരൂപത്തിൽ എഴുതുക. ഇവിടെ നോക്കൂ. ആദ്യത്തെ നമുക്ക് നോക്കാം. ഇവിടെ ഈ നിറം എത്രയാണ്? 1 2 3 4 5 6 7 8. ആകെ എത്ര ഭാഗമുണ്ട്? 8 ഭാഗമുണ്ട്. ഓക്കെ. 1 2 3. അപ്പോൾ ഈ നിറം കൊടുത്തത് 8ൽ 3 ഭാഗമാണ്. ഇനി ഈ നിറം കൊടുത്തതോ? 8ൽ പച്ച നിറം കൊടുത്തത് 8ൽ 1 ഭാഗമാണ് അല്ലേ? 8ൽ 1 ഭാഗമാണ് പച്ച നിറം കൊടുത്തത്. ഓക്കെ. അപ്പോൾ നമ്മളുടെ ആകെ എത്ര നിറം ആണ് കാണാൻ പറഞ്ഞത്? ആകെ എത്ര നിറമുണ്ട്? അപ്പം 8ൽ 2ഉം കൂട്ടി 8ൽ 1ഉം കൂട്ടിയാൽ എത്രയാണ്? 3/8 ഭാഗമാണ് ഉള്ളത്. എത്രയാണ്? 3/8 ഭാഗം. ഓക്കെ. ഇനി നമുക്ക് അടുത്ത നോക്കാം. അടുത്തത് ഇവിടെ നോക്കുക. ഇവിടെ എത്ര ഭാഗമുണ്ട്? 1 2 3 4 5 6 7 8 9 10. 10 ഭാഗമാണുള്ളത്. അതിൽ മഞ്ഞ നിറം ഒരൊറ്റ ഭാഗത്തിനാണുള്ളത്. പിന്നെ നമുക്ക് ഈ നിറം എത്ര എണ്ണത്തിനാണുള്ളത്? 10ൽ 3 ഭാഗമാണ്. 1 2 3. അപ്പോൾ നമ്മൾ എന്ത് എഴുതും? 1/10 കൂട്ടണം 3/10 സമം 4/10. ഇതിനെ നമ്മൾ ലഘൂകരിച്ച് എഴുതണ്ടേ? നമുക്ക് എങ്ങനെ ലഘൂകരിച്ച് എഴുതും? 4/10 നമുക്കറിയാം.
4/10 എന്ന് പറയുമ്പോൾ 4ലും 10ലും ലഘുവായിട്ടുള്ള സംഖ്യ ഏതാണ്? പൊതുവായിട്ടുള്ള സംഖ്യ 2ആണ്. 2നെ എന്തുകൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് 4 കിട്ടുക? 2 കൊണ്ട് ഗുണിച്ചാലാണ്. 2നെ എന്തുകൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് 10 കിട്ടുക? 5 കൊണ്ട് ഗുണിച്ചാലാണ്. അപ്പോൾ എന്താണ്? 2/5 ആണ് ഇവിടെ ഉത്തരം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇവിടെ നോക്കൂ, ഇവിടെ ആകെ എത്ര ഭാഗമുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8. 8 ഭാഗമാണുള്ളത്. അതിൽ ഈ നിറം എത്രയാണ്? 1, 2, 3. 3ആണ്. ഈ നിറം എത്രയാണ്? 1, 2, 3. 3/8. അപ്പോൾ ആകെ എത്ര ഭാഗമുണ്ട്? 6 ഭാഗമാണുള്ളത്. 3 3 കൂട്ടിയാൽ എത്രയാണ്? 6/8. ഇനി ഇതിനെ നമുക്ക് ചെറുതാക്കി എഴുതണ്ടേ? 6/8ൽ നമുക്ക് പൊതുവായിട്ട് പോകുന്ന എന്താണ്? 2ആണ്. അപ്പോൾ 2/2 എഴുതി. 6ൽ 2നെ എന്തുകൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് 6 കിട്ടുക? 3. 2നെ എന്തുകൊണ്ട് ഗുണിച്ചാലാണ് 8 കിട്ടുക? 4. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 3/4. ഓക്കെ, ഇനി അടുത്ത നോക്കൂ. അടുത്തത് എത്ര ഭാഗമാണെന്ന് നമ്മൾ എഴുതണം. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇവിടെ ആകെ എത്ര ഭാഗമുണ്ടെന്ന് നോക്കണം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16 അല്ലേ? അപ്പോൾ 16 ഭാഗമാണുള്ളത്. അതിൽ മഞ്ഞ നിറം എത്രയാണ്? 1, 2, 3, 4, 5. അപ്പോൾ നമുക്ക് മഞ്ഞ നിറം 5 എന്ന് എഴുതാം. 16ൽ 5 ഭാഗം. പച്ച നിറം എത്ര ഉണ്ട്? 1, 2, 3, 4, 5, 6, 7. അപ്പോൾ നമുക്ക് 16ൽ 7 അല്ലേ? പച്ച നിറം 16ൽ 7. ഇനി ഇത് രണ്ടും കൂടി എത്ര ഉണ്ടെന്ന് നമുക്ക് എഴുതണം അല്ലേ? അപ്പോൾ 5/16 കൂട്ടണം 7/16. 5ഉം 7ഉം എത്രയാണ്? 12. 12/16. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? 12/16 എന്ന് എഴുതിയാൽ മതിയോ? ഇതിൻ്റെ ചുരുക്ക രൂപത്തിൽ എഴുതണം. അപ്പോൾ ഇതിൽ രണ്ടിലും പൊതുവായിട്ടുള്ള എന്താണ്? 12ലും 16ലും പോകുന്ന എന്താണ്? 4ആണല്ലേ? 4ആണ്. അപ്പോൾ 4/4 എന്ന് നമ്മൾ എഴുതാം അല്ലേ? 12ലും 16ലും പോകുന്നത് ഏതാണ്? 4ആണ്. അപ്പോൾ 12/16നെ നമുക്ക് ചുരുക്ക രൂപത്തിൽ എഴുതാൻ 4/4 എടുത്തു. അതിൽ 4നെ എന്തുകൊണ്ട് ഗുണിച്ചാലാണ് 12 കിട്ടുക? 3 കൊണ്ട് ഗുണിച്ചാലാണ് 12 കിട്ടുക. അതേപോലെ 16 കിട്ടണമെങ്കിൽ 4നെ എന്തുകൊണ്ട് ഗുണിക്കണം? 4 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ നമ്മുടെ ആൻസർ ഇവിടെ എത്രയാണ്? 3/4. അപ്പോൾ ഉത്തരം എത്രയാണ്? 3/4. ഓക്കെ, നമുക്കിനി അടുത്ത വീഡിയോ കാണാം. താങ്ക്